جميع الأنبياء والمرسلين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, കൊണ്ടോട്ടിയിൽ ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന തുരീഖത്ത് സമ്മേളനത്തിൻ്റെ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽക്ക് പ്രയാണം ആരംഭിച്ച വാഹന പ്രചരണമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മഹത്തായ ഈ പരിപാടിയിലേക്ക് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നമ്മുടെ മഹത്തായ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഗൗസുൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവരുടെ 23ാമത്തെ പേരമകനും ചിസ്തി ഖാദിരി ആത്മീയ സരണിയുടെ ശൈഖുമായ ഷംസുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹീദ്ദീൻ നൂരി ഷാ സാനി ജീലാനി ത്വവ്വലല്ലാഹു ഉംറഹു മഹാനുഭാവനാണ്. മഹത്തായ സിൽസില നൂരിയ എന്ന് പറയുന്ന ഈ ആത്മീയ സരണിയെ സംബന്ധിച്ചും നൂറുൽ മശായിഖ് സയ്യിദ് നൂരി ഷാ തങ്ങളെ സംബന്ധിച്ചുമൊന്നും ഈ കീശേരിയിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും സംസാരിക്കുന്നില്ല. മഹത്തായ നിങ്ങളെ ഈ പരിപാടി നിങ്ങളെ അറിയിക്കുക, പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. വർഷങ്ങളിൽ നടന്നു വരാറുള്ള ഈ മഹത്തായ സമ്മേളന പരിപാടിയിലും ആത്മീയ തർബിയത്ത് ക്യാമ്പിലും സ്ഥിരമായി പങ്കെടുക്കുന്നവർ, ഈ ആത്മീയ സരണിയെ സ്നേഹിക്കുന്നവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുന്നവരാണ് പ്രത്യേകിച്ച് കീശേരിക്കാരെന്ന് എല്ലാവർക്കും അറിയാം. മഹാരഥന്മാരായ പല മഹത്തുക്കളുടെയും പല ഔലിയാക്കളുടെയും പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഈ കീശേരി എന്ന് പറയുന്ന പ്രദേശം. മാത്രമല്ല, സിൽസില നൂരിയ എന്ന് പറയുന്ന മഹത്തായ ഈ ആത്മീയ സരണിയുമായിട്ടുള്ള ബന്ധത്തിലൂടെ തൻ്റെ ജീവിതത്തിന് പരിവർത്തനങ്ങൾ വന്ന് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ എന്ന് പറയുന്ന 20ാം നൂറ്റാണ്ടിൻ്റെ യുഗപുരുഷൻ ഇവിടെ കൊളുത്തിവെച്ച ആ ദിവ്യ പ്രകാശത്തിൽ നിന്നും വെളിച്ചം പകർന്നെടുത്ത ധാരാളം ആളുകൾ ഈ കീശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. തൊട്ടടുത്താണല്ലോ നമ്മുടെ കൊണ്ടോട്ടി ഖാൻഖാഹ് നിലനിൽക്കൊള്ളുന്നത്. അതുപോലെ തന്നെ കീശേരിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ മഹത്തായ ആത്മീയ സരണിയുടെ പഠന കേന്ദ്രമായ സൂഫിയാക്കളുടെ പഠന കേന്ദ്രമായ ഖാൻഖാഹുകൾ ധാരാളം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ഖാൻഖാഹുകളാണ് ഇതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വേണ്ട ഏതാണ്ട് 40ഓളം രാഷ്ട്രങ്ങളിൽ ഇന്ന് ഈ മഹത്തായ സിൽസില പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ കേരളവുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ എന്ന 20ാം നൂറ്റാണ്ടിന്റെ യുഗപുരുഷനെ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. വടകര ബുസ്താൻ ഉലൂം മദ്രസയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു മഹത്തായ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയാണ് നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ ആദ്യമായി കേരളത്തിൽ വരുന്നത്. ആ ആദ്യത്തെ വരവോടുകൂടെ തന്നെ അന്ന് സമസ്തയിലുണ്ടായിരുന്ന മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കൾ ബഹുമാനപ്പെട്ട തങ്ങളോറിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അന്ന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആ സ്വാത്വികനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് എന്ന അള്ളാഹുവിന്റെ വലിയും മുറബിയായ ശൈഖും മുർഷിദായ വലിയുമായ ഗൗസുൽ ആലമിന്റെ 21ാമത്തെ പുന്നാര പേരമകന്റെ വ്യക്തിപ്രഭാവം കണ്ടുകൊണ്ടും അവരുടെ അറിവിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടും മഹാനായ പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ ആദ്യകാല സെക്രട്ടറി ആയിരുന്ന മഹാനുഭാവൻ ബഹുമാനപ്പെട്ട നൂരി ഷാ തങ്ങളുമായി ബൈഅത്ത് ചെയ്യുകയും ഈ സിൽസിലയിൽ പ്രവേശിക്കുകയും അവരോടുള്ള അഖീദയിലും മഹബ്ബത്തിലുമായിട്ടാണ് അവർ മരണം വരെ ജീവിച്ചത്. അതുപോലെ തന്നെ സമസ്തയുടെ മുഷാവറ മെമ്പറായിരുന്ന എൻ അബ്ദുള്ള മുസ്ലിയാർ പൂന്താനം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾക്ക് കോഴിക്കോട്ട് ഒരു വലിയ സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നു. ആ പരിപാടിയുടെ ശേഷമാണ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ കോഴിക്കോട്ടെ
പാണ്ഡികശാലയിൽ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ അന്നത്തെ മുഷാവറ മെമ്പറായിരുന്ന പൂന്താനം എൻ അബ്ദുള്ള മുസ്ലിയാർ ബൈഅത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, തിരുനാവായ കടുത്ത ഇടക്കുളം ജുമുഅത്ത് പള്ളി, ആ പള്ളിയുടെ മുമ്പിൽ അന്തിയുറങ്ങുന്ന ഒരു അള്ളാഹുവിന്റെ കാമിലായ ഒരു വലിയ ഒരു മഹാനുണ്ട്, ഇടക്കുളം കമ്മ മുസ്ലിയാരുപ്പാപ്പ എന്ന് പറയുന്ന സൂഫി വര്യൻ. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ ഈ കേരളത്തിലേക്ക് കടന്നു വന്ന സമയത്ത് 50 കൊല്ലം ദർസ് നടത്തിയ, കിതാബ് ഓതിക്കൊടുത്ത് ധാരാളം നൂറുകണക്കിന് പണ്ഡിതന്മാരെ കൈരളിക്ക് സമർപ്പിച്ച മഹാനായ സ്വാത്വികനായ മുഖലിസായ പണ്ഡിതനാണ് എടക്കുളം കമ്മ മുസ്ലിയാരുപ്പാപ്പ. ബഹുമാനപ്പെട്ട നൂരിശാ തങ്ങൾ കേരളത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും ഔസുൽ ആലമിന്റെ സന്താന പരമ്പരയാണ്, മാത്രമല്ല ആത്മജ്ഞാനത്തിന്റെ ഒരു സമുദ്രമാണ് നൂറുൽ മശായിഖ് എന്ന് മനസ്സിലാക്കി മഹാനുഭാവൻ ഈ ത്വരീഖത്തിലേക്ക്, ആത്മീയ സരണിയിലേക്ക് കടന്നു വരികയും അവരുമായി ബൈഅത്ത് ചെയ്യുകയും അവരോടുള്ള അഖീദയിലും മഹബ്ബത്തിലുമായി വഫാത്തായി പോയതാണ് കേരളത്തിന്റെ ചരിത്രം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞാൽ ഒരു പണ്ഡിതന്മാരെ നമുക്ക് എണ്ണിയാൽ ഒരിക്കലും അവസാനിക്കുകയില്ല. ബഹുമാനപ്പെട്ട ആയിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവിടുത്തെ അവസാന ഹജ്ജ് യാത്ര നടത്തിയത് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിന്റെ ഹൈദരാബാദ് ഷരീഫിൽ പോയിക്കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ട് ദുആ ചെയ്യിപ്പിച്ച് അനുഗ്രഹങ്ങളും പൊരുത്തങ്ങളും പരസ്പരം പങ്കുവെച്ച് ദുആ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കേരള മുസ്ലിങ്ങളുടെ ഉമ്മത്തിന്റെ നേതാവായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ അവസാനമായി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടത്. ആ ഇഹ്റാമിലായിക്കൊണ്ട് മഹാനവറുകൾ അവിടെ വഫാത്താകുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പാണക്കാട് PMS പൂക്കോയ തങ്ങളെ എന്തിലേറെ പറയുന്നു, കഴിഞ്ഞുപോയ സമസ്തയുടെ സമുന്നതരായ നേതൃത്വം മഹാരഥന്മാരായ പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിക്കുകയും അവരെ മഹത്തായ സിൽസിലയിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ട് ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂരിശാ തങ്ങളുടെ 75 അനുഗ്രഹീത വർഷങ്ങൾ എന്ന മഹത്തായ പ്രമേയത്തിൽ കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇത്തരം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൂറുൽ മശായിഖ് കേരളത്തിൽ വന്നിട്ട് ഏതാണ്ട് 75 വർഷങ്ങൾ പൂർത്തിയായി. ആ പ്രഭ കെടാതെ മങ്ങാതെ ഇന്നും അത് പത്തരമാറ്റോടുകൂടെ തിളങ്ങി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ, ആത്മീയ വിപ്ലവങ്ങൾ ഒരു പ്രസംഗം കൊണ്ടോ 4 പ്രസംഗം കൊണ്ടോ മാസങ്ങളോളം പ്രസംഗിച്ചത് കൊണ്ടോ നമുക്ക് ഒരാളെ കൊണ്ടും പറഞ്ഞവസാനിപ്പിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവർ, പട്ടിക്കാട് ജാമിയ നൂരിയുടെ ചരിത്രം എന്താണ്? പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ വരാനുണ്ടായ കാരണം എന്താണ്? ചരിത്രം വായിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും അറിയാം. കേരളത്തിന്റെ മതരംഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ എന്ന 20-ാം നൂറ്റാണ്ടിന്റെ യുഗപുരുഷന്റെ പ്രഖ്യാപനമാണ് ആ കാണുന്ന കലാലയം തല ഉയർത്തി നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഒരു കാലമുണ്ടായിരുന്നു, ഇവിടെ ഒരു കോളേജുകളുമില്ല. ഇന്ന് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ, നമ്മുടെ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നൂറുകണക്കിന് മതകലാലയങ്ങളാണ് തല ഉയർത്തി നിൽക്കുന്നത്. ബിരുദം നൽകുന്ന, ഉപരിപഠനം നൽകിക്കൊണ്ടിരിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ വരാനുണ്ടായ കാരണക്കാരൻ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ എന്ന മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവരുടെ 21ാമത്തെ പേരമകന്റെ പവിത്രമായ കാൽപ്പാടുകൾ ഈ കേരള മണ്ണിൽ കുത്തിയത് കൊണ്ടാണെന്ന് ചരിത്ര യാഥാർത്ഥ്യമാണ്, ചരിത്ര വസ്തുതയാണ്. പ്രിയമുള്ളവരെ, അന്ന് കേരളത്തിൽ ഒരു ഇസ്ലാമിക കലാലയമില്ല. ഇവിടെ ദർസി പഠനം കഴിഞ്ഞാൽ ഉപരിപഠനത്തിന് വേണ്ടി വേലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിലേക്കാണ് പണ്ഡിതന്മാർ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ദൈവബന്ധിലേക്ക്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇസ്ലാമിക കലാലയമില്ലാത്ത കാലത്ത് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങളുടെ പ്രഖ്യാപനമാണ് ഈ കേരളത്തിൽ ശരീഅത്ത് പഠിപ്പിക്കുന്ന. യഥാർത്ഥത്തിൽ നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ എന്ന് പറയുന്നത് ഒരു ത്വരീഖത്തിന്റെ ശൈഖാണ്. ത്വരീഖത്തിന്റെ ശൈഖായ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ ഇവിടെ ശരീഅത്ത് പഠിപ്പിക്കുന്ന, ശരീഅത്തിന്റെ ഉപരിപഠനം നടത്തുന്ന ഒരു കലാലയം നമ്മുടെ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരിശാ തങ്ങളുടെ പ്രഖ്യാപനം കേൾക്കേണ്ട താമസം അവരുടെ മുരീദും ശിഷ്യനുമായ കറാച്ചി വാപ്പുഹാജി എന്ന് പറയുന്ന വലിയ ധനാട്യൻ, അവരുടെ സമ്പത്തിന്റെ 3/4 ഭാഗങ്ങളും ബഹുമാനപ്പെട്ട അവരുടെ ശൈഖായ
അവരുടെ ഗുരുവായ നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾക്ക് കൊടുത്തതാണ് കേരളത്തിന്റെ ചരിത്രം. അവരുടെ കറാമത്തെന്നോണം ആ കോളേജിന്റെ നാമധേയം, ആ പേര് ഇന്നും മാറ്റാൻ കഴിയാതെ ചില ചരിത്രത്തിൽ വെള്ളം ചേർക്കുന്ന ആളുകൾ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരിക്കലും ആ നാമം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വിധം ഖിയാമത്ത് നാൾ വരെ ആ മഹാനുഭാവന്റെ കറാമത്തെന്നോണം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇത് മാത്രമല്ല, ഓരോന്നോരോന്ന് എണ്ണി പറയാൻ സമയം വളരെ കുറവാണ്. ആയിരക്കണക്കിന് ഖാൻഗാഹുകളാണ് നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ ഈ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വടകര ബുസ്താൻ ഉലൂം സമ്മേളന പരിപാടിക്ക് ആദ്യമായി വന്ന അന്നത്തെ ആ ദിവസം തന്നെ, ആ ആദ്യത്തെ വരവോടുകൂടെ തന്നെ വടകരയിലുള്ള മഹത്തായ വലിയ ജുമുഅത്ത് പള്ളിയിൽ ഹൽഖയും തഅലീമുകളും സ്ഥാപിച്ചുകൊണ്ടാണ് ആ തഅലീം നടത്താനും അവിടെ ഹൽഖാദിക്കലിന് നേതൃത്വം നൽകാനും അന്നത്തെ ജമിയത്തുൽ മുഅല്ലിമിന്റെ കാര്യദർശിയായ പണ്ഡിതനെ, അവിടെ അബൂബക്കർ നിസാമി എന്ന് പറയുന്ന ആ പണ്ഡിതനെ ചുമതലപ്പെടുത്തിയിട്ട് ആ പള്ളിയിൽ ജുമുഅത്ത് പള്ളിയിൽ ഹൽഖയും തഅലീമും സ്ഥാപിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ എന്ന 20-ാം നൂറ്റാണ്ടിന്റെ യുഗപുരുഷൻ കേരളം വിടുന്നത്. പിന്നീട് ഏതാണ്ട് ബഹുമാനപ്പെട്ട നൂരി ഷാ തങ്ങളെ 23 കൊല്ലമാണ് കേരളത്തിലെ മതപണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കൊണ്ടു നടന്നത്. എല്ലാ പള്ളികളിലും തഅലീമായി, എല്ലാ പള്ളികളിലും ഈ ആത്മീയ സരണിയുടെ ആളുകൾ എല്ലാ മഹല്ലുകളിലും പടർന്ന് പന്തലിച്ച് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് എന്ന ഔസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകളുടെ ആ പുന്നാര പേരമകന്റെ സ്ഥാനവും ബഹുമാനവും അവരുടെ വലിപ്പവും ബഹുമതിയും മനസ്സിലാക്കി ജനങ്ങൾ കൂട്ടം കൂട്ടമായി സിൽസില നൂരിയയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ആ വെള്ളി വെളിച്ചം പടർന്ന് പന്തലിച്ചു. ആ സമയത്ത് ചില ആളുകൾക്ക് എല്ലാത്തിലും ഉണ്ടാകുമല്ലോ ഫിത്നകൾ, എല്ലാ സ്ഥലങ്ങളിലും ഫിത്നകൾ ഉണ്ടാകും. ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ, അല്ലെങ്കിൽ യഥാർത്ഥ ദീനിന്റെ അവകാശികളല്ലാത്ത ആളുകൾ എല്ലാത്തിലും ഉണ്ടാവും. ഫിത്ന പുറപ്പെടുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ പടച്ചവനായി മാറിയത്. സിൽസില നൂരിയ തെറ്റാണ് എന്ന് നിർലജ്ജം ഇവിടെ ചില പ്രഖ്യാപനങ്ങൾ വന്നു. ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഇത് 2026 ഈ നിമിഷം വരെ ഈ മഹത്തായ ആത്മീയ സരണിയായ സിൽസില നൂരിയിൽ ഒരു ശരീഅത്തിന് വിരുദ്ധമായി വസ്തുനിഷ്ഠമായി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ചൂണ്ടിക്കാണിക്കാൻ 1951 കാലം മുതൽക്ക് ഇന്ന് വരെ നമ്മുടെ മറ്റുള്ള സഹോദരന്മാർക്ക് സാധിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളെ വിഷയമതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങളെ ചില ചരിത്രങ്ങളിൽ നിന്നും മനഃപൂർവ്വം വെട്ടിമാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, ഇത് വളരുകയല്ലാതെ ഇതൊരിക്കലും ഇവിടെ അവസാനിക്കുകയില്ല. ആ കാലഘട്ടത്തിൽ തന്നെ അന്ന് നൂരിശക്കാർ കുറവാണ്. ഈ സിൽസിലയുടെ അനുഭാവികൾ വളരെ തുച്ഛമായ ആ കാലഘട്ടത്തിൽ ഈ ആത്മീയ സരണിയെ ഊതിക്കെടുത്താൻ പരിശ്രമിച്ചപ്പോൾ ആളിക്കത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നടത്തുന്ന പരിവർത്തനമാണ്. എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട നൂരി ഷാ തങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയ ഇവിടെ വന്ന് നടത്തിയത് എന്ത് പ്രവർത്തനമാണ്? ഇവിടെ പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് തമ്മിലടിക്കാൻ പഠിപ്പിച്ചോ? ഇവിടെ മദ്രസകളുടെ പേരിൽ ചുമരി വെക്കാവുന്ന പ്രശ്നമുണ്ടാക്കിയോ? ഇവിടെ മഹല്ലുകളിൽ എന്തെങ്കിലും ഫിത്നകൾ ഉണ്ടാക്കിയോ? എന്തെങ്കിലും ചിത്രതകൾ ഇവിടെ ഉണ്ടാക്കിയോ? ഒരിക്കലുമില്ല. പാവപ്പെട്ട ജനങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മഹത്തായ പ്രവർത്തനം മാത്രമാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ തങ്ങൾ ഇവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നും ധാരാളം ആളുകൾ ഈ കീശേരി അങ്ങായുടെ ചരിത്രം എന്താണ്, ഈ കാണുന്ന ധാരാളം ആളുകളുടെ തലയിൽ തൊപ്പി വന്നത് എങ്ങനെയാണ്, മുത്തുനബിയുടെ സുന്നത്തായ താടി വന്നത് എങ്ങനെയാണ്, ശരീഅത്തിന്റെ വേഷവിധാനങ്ങൾ ബാഹ്യമായി വരാനുണ്ടായ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ പരിവർത്തനം നടത്തിയത് കൊണ്ടാണ്. മനസ്സിനകത്താണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്ത് കുറവാണുള്ളത്. പണ്ഡിതന്മാരുണ്ട്, വയലുകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പള്ളികൾ ധാരാളമുണ്ട്, ക്ലാസുകളുണ്ട്. നമ്മുടെ സമൂഹം
ഓരോ ദിവസവും അധർമ്മങ്ങളിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന മക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും അവരെ തടുക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹങ്ങളും ബഹുമാനങ്ങളും ആദരവും ഈമാനും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് നമ്മുടെ സമൂഹം വഴിമാറിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഈ വളരെ വേദനാജനകമായ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരേ ഒരു കാര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള ദീനിന്റെ ചൈതന്യം, ഈമാനികമായ ഈ ഉന്നതമായ അവസ്ഥകൾ അത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സ്നേഹവും ബഹുമാനവും ഐക്യവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇവിടെ നിലനിൽക്കണമെങ്കിൽ സൂഫി ഗുരുക്കന്മാരുടെ ബന്ധം നമുക്ക് അനിവാര്യമാണ്. അവരെ കൊണ്ട് മാത്രമേ മനുഷ്യ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന മൗലയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സമയം പോലും അവൻ നമ്മെ മറക്കുന്നില്ല. ഈ അടിമക്ക് വേണ്ട നിഅമത്തുകൾ മുഴുവനും ഓരോ സെക്കൻഡിലും ഓരോ സമയത്തും അവൻ നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ അങ്ങാടിയിൽ ഇവിടെ നിൽക്കാൻ കാരണമെന്താ? അവൻ നമുക്ക് ശ്വാസം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം. അവനാണ് നമുക്ക് ജീവൻ നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മ മറക്കാത്ത നമ്മുടെ യജമാനനായ സ്നേഹനിധിയായ റബ്ബുൽ ഇസ്സത്ത് ലാ തൗഹുദുഹു സിനത്തും വലാ നൗം, അവൻ ഒരിക്കലും മറവിയില്ല, തൂക്കിയുറക്കില്ല. ഇങ്ങനത്തെ ഒരു റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഒരു ദിവസത്തിൽ എത്ര തവണ നമ്മുടെ ഉള്ളിൽ വന്നു നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട്. എന്തിനാ ഹൃദയം? ഇതെന്തിനാ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ വരുന്നു. നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഭാര്യയെ കുറിച്ചുള്ള ഓർമ്മയും ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള യജമാനനായ മൗലയായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഓരോ നിമിഷത്തിലും നമുക്ക് ശ്വാസം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവൻ. ഈ വാഹനം ഇവിടെ വന്നപ്പോ ഞങ്ങളൊരു പരിപാടി ഇവിടെ കണ്ടു, കിഡ്നി രോഗികൾക്കുള്ള പിരിവ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം എത്ര വലിയ അനുഗ്രഹമാ അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തകരാറ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ, ഒരു തലവേദന ശക്തമായി നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രയാസം? എത്ര വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ഓരോ സെക്കൻഡിലും മൗലയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സൂഫിയാക്കളാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മെ ശ്രദ്ധിപ്പിക്കുന്നവർ. 70 ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന പരിപാലകനായ ഒരു റബ്ബിനെ തൊട്ട് നമ്മൾ അശ്രദ്ധയിൽ ജീവിക്കുകയായിരുന്നു. ആ കാലത്താണ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പുന്നോമന പേരമകൻ കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ട്, മോനെ, നിന്റെ റബ്ബ് സ്നേഹനിധിയാണെന്നുള്ള ആ ഉന്നതമായ അള്ളാഹുവിന്റെ സ്നേഹത്തെ, അവന്റെ റഹ്മത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോ മനുഷ്യന്റെ ഹൃദയങ്ങൾ മുഴുവനും ആ സ്നേഹനിധിയായ റബ്ബിനെ കടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ മാറ്റം വന്നത്. ആ പ്രവർത്തനമാണ് നൂറുൽ മശായിഖ് നൂരിശാ തങ്ങൾ ഇവിടെ നടത്തിയത്. ഇന്നിപ്പോ ഈ സമയം നമ്മളൊരു ജനാസ നമസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ജീവനെന്ന് പോയി കഴിഞ്ഞാൽ, ഇന്ന് ഈ സമയത്ത് നമ്മുടെ ജീവൻ, നമ്മുടെ ശ്വാസം നിന്നാൽ, നാളെ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കിടക്കുന്ന സ്ഥലം വേറെയാണ്, നമ്മുടെ പേര് വേറെയാണ്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിച്ചു, നമ്മുടെ എല്ലാ ചിന്തകളും അവസാനിച്ചു. നമ്മുടെ ജീവന്റെ വില എത്രയാണ്, നമ്മുടെ ശ്വാസത്തിന്റെ വില എത്രയാണ്. നമുക്കൊന്ന് കിടക്കാൻ കഴിയുന്ന ആ കിടക്കയിൽ നിന്നൊന്നും എണീക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? പ്രിയമുള്ളവരെ, നേരം വെളുത്തി ഈ സമയം വരെ നമ്മൾ ഓടിച്ചാടി നടക്കുകയാണ്. ആരാ നമ്മളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ? ആരുടെ കഴിവ് കൊണ്ടാ നമ്മൾ ഇരിക്കുന്നത്? ആരെ കഴിവ് കൊണ്ടാ നമ്മൾ നടക്കുന്നത്? ആരെ കൊണ്ടാ നമ്മൾ സംസാരിക്കുന്നത്? ആരെ കൊണ്ടാ നമ്മൾ കാണുന്നത്? ആരാ നമ്മെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വെറുതെ വന്നതാണോ? ഇതൊക്കെ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹും നജ്ദൈൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, മനുഷ്യ, 2 സുന്ദരമായ കണ്ണ് ഞാൻ നിനക്ക് നൽകിയില്ലേ? സംസാരിക്കാൻ പര്യാപ്തമായ 2 ചുണ്ടുകൾ ഞാൻ നിനക്ക് നൽകിയില്ലേ? നമ്മൾ നമ്മിലേക്കെങ്ങാനും ജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ചു പോയാൽ ആ റബ്ബുമായിട്ടുള്ള മഹബത്തും ആ റബ്ബുമായിട്ടുള്ള സ്നേഹവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് റഹ്മാനായ 70 ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന, അധികം നമ്മളോട് കൃപയുള്ള, ദയാലുവായ ഒരു
റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ അള്ളാഹുവിന്റെ ആരിഫീങ്ങളല്ലാതെ, അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലാതെ, ത്വരീഖത്തിന്റെ മശായിഖന്മാരല്ലാതെ, സൂഫി ഗുരുക്കന്മാരല്ലാതെ ആരെയാണ് നമുക്ക് ഈ നാട്ടിൽ കാണാനുള്ളത്? ആർക്കെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് സംസാരമുണ്ടോ? അവൻ ഒരു ക്രൂരനായി ചിത്രീകരിക്കുകയല്ലേ? നരകം സൃഷ്ടിച്ച് ഭയാനകരമായ നരകത്തിൽ ഭീകരമായ ശിക്ഷകൾ ഉണ്ടാക്കി, ഖബറിന്റെ ലോകത്ത് ഭയാനകരമായ ശിക്ഷകൾ ഉണ്ടാക്കി നമ്മെ അങ്ങ് കിട്ടാൻ കാത്തിരിക്കുന്ന ഭീകരനായ ഒരു റബ്ബിനെയല്ല അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ദോഷികളായ ആളുകൾക്ക് അള്ളാഹു നരകം ഒരുക്കിയിട്ടുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്. അത് എതിർക്കുന്നവരല്ല, അത് വിശ്വസിക്കാത്തവരല്ല, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരായ സിൽസില നൂരികക്കാർ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും അള്ളാഹുവിന്റെ ആ ശിക്ഷയുടെ ഭാഗങ്ങളെക്കാൾ അവന്റെ റഹ്മത്ത് മികച്ചതാണ്. ആ റഹ്മത്തെന്നാണ് നമ്മൾ അറിയാതെ, അള്ളാഹുവിന്റെ മഹബ്ബത്തെന്നാണ് നമ്മൾ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ നിന്നെങ്ങാനും മരിച്ചുപോയാൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് സമാധാനത്തിന്റെ ഒരു ദീനാണ് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഇവിടെ നൽകുന്നത്. അത് സ്നേഹത്തിന്റെ ദീനാണ്, റബ്ബുമായിട്ടുള്ള മുറിയാത്ത ബന്ധത്തിന്റെ, പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ, ആനന്ദത്തിന്റെ സുന്ദരമായ ഒരു ദീനാണ്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ശാത്തങ്ങൾ 1951 കാലം മുതൽക്ക് ഈ കേരളത്തിൽ എന്നല്ല ഇന്നും 40ഓളം ഘട്ടങ്ങളിൽ ഓടി നടന്നുകൊണ്ട് ഈ മഹത്തായ സന്ദേശമാണ് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടുകാർക്ക് വളരെ വലിയ സൗഭാഗ്യമാണ് നൽകിയിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ ആ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരമകനെ സ്വീകരിക്കുന്നവർ, അംഗീകരിക്കുന്നവർ, അവരുടെ വഴി അനുധാവനം ചെയ്യുന്ന ധാരാളം മുരീദന്മാരെ ഈ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. മാത്രവുമല്ല, എല്ലാവരും ഇതിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾക്കറിയാം. ഏതാനും ചില തലക്കെട്ടുകാർ മാത്രം പരിശുദ്ധമായ ദീനിനെ ഉപജീവനമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്ന തലക്കെട്ടുകാർ മാത്രമല്ലാതെ ബാക്കി സാധാരണക്കാരായ മുഴുവൻ ആളുകളും മഹത്തായ നൂറുൽ മശായിഖിനെ സ്നേഹിക്കുന്നവരും സിൽസില നൂരിയെ സ്നേഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സമ്മേളന പരിപാടിയിലേക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും ഈ പ്രദേശത്തും ധാരാളം ആളുകൾ വരാറുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മഹത്തായ നമ്മുടെ സമ്മേളനം. ഗൗസുൽ ആലം തങ്ങളുടെ 23ാമത്തെ പേരമകനും നമ്മുടെ ശൈഖുനാ തങ്ങളും ഇൻഷാ അല്ലാഹ് പരിപാടിയിൽ നമുക്ക് നേതൃത്വം നൽകാൻ എത്തിച്ചേരുന്നു. മാത്രമല്ല, കേരളത്തിലെ അറിയപ്പെട്ട തസവുഫിന്റെ പണ്ഡിതന്മാർ, സൂഫി ചിന്തകന്മാർ, ഗുരുക്കന്മാർ, സി അംസ സാഹിബിനെ പോലെയുള്ള ധാരാളം ചിന്തകന്മാരും പണ്ഡിതന്മാരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്യാമ്പിലും സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട്. കുടുംബസമേതം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ പ്രവർത്തകർ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളെയും ജാതി മത ഭേദമന്യേ, സംഘടനാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്ത് ക്ഷണിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചതിന് എല്ലാവിധ നന്ദിയും കടപ്പാടുകളും അറിയിച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.